ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങളുടെ അംശബന്ധം 5:6 താഴെ കൊടുത്തവയിൽ ഏതാണ് ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ളത്? നമുക്ക് ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 5:6. നമ്മളെന്താ കാണേണ്ടത്? കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ളത്? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ ഉണ്ടല്ലോ, അത് ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. 5 + 6 കൂട്ടുമ്പോൾ എത്ര വരും? 11. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ തന്നതിൽ ഏതാണ് 11ൻ്റെ ഗുണിതം, അല്ലെങ്കിൽ ഈ തന്നതിൽ ഏതിനെയാണ് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക? അതാണ് ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. 6767 ഇതിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമോ? അതിനെന്താ ചെയ്യുക? നമുക്ക് ഒന്നിടവിട്ട അക്കങ്ങൾ എടുക്കുക. അതിലത്തെ ഒന്നിടവിട്ട അക്കങ്ങൾ അപ്പോൾ 6ഉം 6ഉം കൂട്ടി എത്ര വരും? 12. ബാക്കി ഒന്നിടവിട്ട അക്കങ്ങളോ 7ഉം 7ഉം കൂട്ടി എത്ര വരും? 14. ഇത് തമ്മിൽ കുറയ്ക്കുക, ഈ തുകകൾ തമ്മിൽ. അതായത് 14 കുറയ്ക്കണം 12 എത്ര വരിക? 2. ഈ കിട്ടുന്ന ഉത്തരം 0മോ 11ൻ്റെ ഗുണിതമോ ആയാലാണ് ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 കിട്ടിയത് കൊണ്ട് ഇതിനെ നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല കുട്ടികളുടെ എണ്ണം. അടുത്ത് നോക്കുക, 5708. വീണ്ടും എന്ത് ചെയ്യുക? ഒന്നിടവിട്ട അക്കങ്ങൾ എടുക്കുക. 5ഉം 0ഉം കൂട്ടിയ 5, 7ഉം 8ഉം കൂട്ടിയ 15. 15ന്ന് 5 കുറയ്ക്കുക. 15 കുറയ്ക്കണം 5 എത്ര വരും? 10. ഈ കിട്ടുന്ന ഉത്തരം നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതമാവണം. അപ്പോൾ അതുമല്ല. അടുത്ത് എടുക്കുക, 1988. ഒന്നിടവിട്ട അക്കങ്ങൾ എടുക്കുക. 1ഉം 8ഉം കൂട്ടിയ 9, 9ഉം 8ഉം കൂട്ടിയ 17. ഈ അക്കങ്ങൾ കുറയ്ക്കുക. 17 കുറയ്ക്കണം 9 എത്ര വരുന്നത്? 8. ഇതുമല്ല. അപ്പോൾ അവസാനത്തെ ഇരിക്കും ഉത്തരം. നമുക്ക് പരിശോധിക്കാം. 2816. ഒന്നിടവിട്ട അക്കങ്ങൾ കൂട്ടുക. 2ഉം 1ഉം കൂട്ടിയ 3, 8ഉം 6ഉം കൂട്ടിയ 14. 14ന്ന് 3 കുറയ്ക്കുക. 14ന്ന് 3 കുറച്ച 11. നമ്മളെന്താ പറഞ്ഞത്? ഈ കിട്ടുന്ന ഉത്തരം 0മോ 11ൻ്റെ ഗുണിതമോ ആയിരിക്കണം. ഇത് 11 പറഞ്ഞാൽ 11ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഇതാണ് അവസാനത്തെ ഓപ്ഷൻ. ഇതാണ് ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ളത് 2816.